ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്ടിവ 60 ആണ് വണ്ടി. നമുക്ക് സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് 11,555 11,559 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയാണ് വണ്ടി. നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ്, അത്രയാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്ക്, ബാക്ക് വീലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമയിൽ നമുക്കൊന്ന് അയച്ചൊന്ന് ഗ്രീസ് ചെയ്തിടാം, കാരണം ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരല്പം ഫ്രീ പ്ലേ കൂടുതലുണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ജെർക്കിങ് ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കോപ്പർ വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ബാക്കിലത്തെ ടയർ നോക്കുമ്പോൾ ടയറിൻ്റെ കണ്ടീഷൻ പെർഫെക്റ്റ് അല്ല, കാരണം ടയറിൻ്റെ റൈറ്റ് സൈഡ് ഒരുപാട് തേഞ്ഞ് പോയിട്ടുണ്ട്. ഈ സൈഡ് ബാക്ക് സൈഡിലത്തെയാണ് അത്. നിലവിൽ ഞാൻ അത് അങ്ങനെ കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എഞ്ചിൻ ഹാങ്ങറിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ അതിൻ്റെ ബുഷോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. ഈ ടയറിൻ്റെ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ടെക്നിക്കലി ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വേറെ അങ്ങനെ പറയത്തക്ക ഒരു കംപ്ലയിൻസ് ആയിട്ടോ അങ്ങനെ ഒന്നും കാണാനില്ല വണ്ടിയുമേട്ടോ. എന്നാൽ വണ്ടി ഓടിക്കുമ്പോഴായാലും നമുക്ക് വണ്ടി അങ്ങനെ പാളലോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡ് ടയർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വലതുവശം നല്ല രീതിയിൽ തേയ്മാനം വന്ന് പോയിട്ടുണ്ട്. ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള ടയറാണ്. അപ്പോൾ ഇനി മാറ്റി ഇടുന്ന സമയത്ത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നുള്ള ദിവസം നോക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. കാരണം പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഹാങ്ങറിനോ കാര്യങ്ങളോ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നണില്ല. അപ്പോൾ ഇതൊന്ന് കണ്ടേക്കാം. നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക് കേട്ടോ. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ ഫിൽറ്റർ നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ക്ലച്ച് ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അഴിക്കുമ്പോൾ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീനാക്കി എടുക്കണം. അതിനുശേഷം നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റ് കമ്പനി ബെൽറ്റൊക്കെ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. ഈ സെൻട്രൽ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് കമ്പനി ബെൽറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജനറലായിട്ടുള്ള സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. കൂടുതലായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസുകളിൽ ചേഞ്ച് ചെയ്ത് കളയാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ക്ലച്ചിനകത്തായാലും വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ഈ വണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബുഷുണ്ട്, ഒരു വി ബുഷ് പോലത്തെ. അപ്പോൾ അതൊരു അല്പം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലൂസ് വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മളത് ഊരി കളയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റിയിടണം. അതല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ടച്ച് ചെയ്ത് അടിച്ച് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വീലുമേക്ക് കയറി വരും. ഏകദേശം ഒരു 100 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. 13 വോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്. വോൾട്ട് ലോഡ് കൊടുക്കുമ്പോൾ 8.9 വന്നിട്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഏകദേശം ഒരു 8.5 വോൾട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് നമ്മുടെ ബാറ്ററി ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ആ ബോർഡർ ലൈനിൽ കിടന്നിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും. നിലവിലിപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ച് വെച്ചാൽ അപ്പോൾ അത് കംപ്ലീറ്റ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്കും കൂടി വന്ന് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് കേട്ടോ. പിന്നെ നമുക്ക് ചില സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും മാറ്റിയിട്ട് വരാം. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളുള്ളൂ. എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോട്ട് വാഷ്, ഓയിൽ ബോട്ട് വാഷും ഓറിങ്ങും കൂടി മാറ്റാനുണ്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. കുറച്ച് ലേറ്റായിട്ടാണ് വണ്ടി കയറി, അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി നാളത്തേക്കാണ് കംപ്ലീറ്റ് ആയി ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് നമുക്ക് ഈ ക്ലച്ച് ഗ്രീസിങ്ങൊക്കെ വന്നത് കൊണ്ട് തന്നെ കുറച്ച് താമസം എടുക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ എന്തായാലും നാളെ എന്തായാലും ഒരു ഉച്ചയ്ക്കുമ്പായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങും. ഓക്കെ.